ഹലോ, ഗുഡ് ഈവനിങ്. എന്താണ് വിശേഷം? എല്ലാവരും ഓണത്തിൻ്റെ പാച്ചിലാണോ? എൻ്റെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വട്ടം ഞങ്ങൾ ഓണം നാട്ടിലാണ്, എല്ലാവരും ഉണ്ട്. ഈ പ്രാവശ്യം ഓണം നാട്ടിൽ കൂടാൻ ഒരു വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പം അവിടെ UAE നിൽക്കുമ്പോൾ ഉത്രാടപ്പാച്ചിൽ എന്ന് എപ്പോഴും ഓരോ വീഡിയോസിലൊക്കെ കേൾക്കാം. എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഇങ്ങനെ പറയാറില്ലായിരുന്നു. അപ്പം എന്താണ് ഈ ഉത്രാടപ്പാച്ചിൽ എന്ന് അറിയാനൊരു വലിയ ആഗ്രഹം. അപ്പോൾ ഉത്രാടപ്പാച്ചിൽ ഒന്ന് തുടങ്ങിയാലോ? ഓണത്തിൻ്റെ ഹൈലൈറ്റ് നല്ല പായസം കൂട്ടിയുള്ള സദ്യ തന്നെയാണ്. അതിന് പച്ചക്കറി മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ, സജു ചേട്ടന്, കുട്ടൻ ചേട്ടന്, ചേച്ചി, പൊന്നു ചന്തയിൽ പോയി പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട്, പച്ചക്കറി മാത്രമല്ല ഉപ്പേരി വറക്കണ്ടേ, കൂട്ടത്തിലൊരു നല്ല സ്വയംബൻ വാഴക്കൊല എടുത്തു. അങ്ങനെ ബില്ലൊക്കെ അടച്ചിട്ട് ഞങ്ങളിതാ മേടിച്ച പച്ചക്കറികൾ കാറിലേക്ക് തട്ടുവാണ്. ഇത്രയും പോരാ, കുറച്ചും കൂടെ വേണം. അവിടെ ഇത്രയേ ഉള്ളായിരുന്നു. പച്ചക്കറിയൊക്കെ വീട്ടിൽ വന്നിട്ട് അടുത്തത് ഉപ്പേരി വറക്കാൻ പോവാണ്. ഉപ്പേരി വറക്കുന്നത് ചേച്ചിയുടെ വീട്ടിലാണതാ. ഇമാതിരി പണിയൊക്കെ എനിക്ക് അത്ര വലുതായിട്ട് അറിയില്ല. ചേച്ചി കടുകളൊക്കെ വറക്കുന്നു, ഞാൻ ചേച്ചി ഉരുട്ടിയിട്ട കടുകളൊക്കെ പോയി ഇളക്കുന്നു. അപ്പോൾ അതിൻ്റെ പാകം നോക്കാനൊന്നും ഞാൻ എക്സ്പേർട്ടല്ല. ചേച്ചി ഇതൊക്കെ ചെയ്യാറുണ്ട്, ചേച്ചിക്കറിയാം. ഉപ്പേരിയൊക്കെ വറുത്തുകൊണ്ടിരുന്നപ്പം വരുന്നു പുലികളി. തക്കു ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ എല്ലാ രീതിയിലുള്ള ആകാംക്ഷയും തക്കുവിൻ്റെ മുഖത്തുണ്ട്. അങ്ങനെ പുലികളിയൊക്കെ കണ്ടിട്ട് അടുത്ത ഉപ്പേരി വറക്കലിന് സമയമായി. കടുകളകയുടെ പണി കഴിഞ്ഞപ്പോൾ അടുത്തത് ഏത്തയ്ക്ക ഉപ്പേരി. നമ്മൾ കൊല മേടിച്ചത് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇനി അത് അറഞ്ചം പുറഞ്ഞം കണ്ടിച്ചിട്ട് നമുക്ക് വറക്കാം. ഇവിടെയും ഞാനും കുട്ടൻ ചേട്ടനും തൊലി പൊളിച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ചേച്ചിയാണ് ഇവിടെ ഉപ്പേരി വറക്കുന്നത്. നമ്മൾ ഈ ഇരുന്ന് എല്ലാവരുമായിട്ടും ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു രസം, അതാണ് ഈ ഒരു ഉപ്പേരി വറക്കലിൻ്റെ പിന്നിലത്തെ ലക്ഷ്യം. ചേച്ചി അരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ ചോദിച്ചു അരിയണമെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു എല്ലാം ഇപ്പം നമ്മൾ വേറെ വേറെ വിട്ടിലരിഞ്ഞ് കഴിഞ്ഞാൽ മൂത്ത് വരാൻ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ചേച്ചി തന്നെയാണ് അരിഞ്ഞത്. അപ്പോൾ കുറേ അരിഞ്ഞ് കഴിയുമ്പോൾ സൈച്ചേട്ടൻ അതെടുത്ത് ഉരുളിക്കകത്തിലിട്ട് അത് വറുത്തെടുക്കുന്നുണ്ട്. വീഡിയോസൊക്കെ സ്പീഡിൽ പോകുന്ന കാണാൻ വളരെ സുഖമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രൊസീജിയർ ഉണ്ടല്ലോ, എന്തൊരു കഷ്ടപ്പാടാണെന്നറിയാമോ. എന്തായാലും അങ്ങനെ ഈ വർഷത്തെ ഉപ്പേരി വറക്കൽ വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞു. കൂട്ടത്തിൽ ഞങ്ങൾ ഓരോ പീസ് എടുത്ത് കഴിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ഉപ്പേരി വറുത്ത് കഴിഞ്ഞിട്ട് അടുത്തത് അത്തപ്പൂവിൻ്റെ പൂവെല്ലാം പിച്ചിയിട്ടു. ഇനി അടുത്തതോ ഊഞ്ഞാലിടണ്ടേ. അങ്ങനെ കുട്ടൻ ചേട്ടനും സൈച്ചേട്ടനും കൂടെ ലാഡറൊക്കെ വെച്ച് വളരെ കഷ്ടപ്പെട്ട് ഊഞ്ഞാൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൊക്കെ ഓൾറെഡി ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അനുഭവങ്ങളാണ്. തക്കുവിനെ സംബന്ധിച്ചിടത്തോളം തക്കു ഈ എല്ലാവരും കൂടെയുള്ള ഒരു കൂടുന്നതും എല്ലാവരും കൂടെ ചേർന്ന് ഓണം ആഘോഷിക്കുന്നതും ഒക്കെ ഫസ്റ്റ് ടൈമാണ്. ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ഇട്ട് അത്തപ്പൂവൊക്കെ ഇട്ട്. തക്കു ഇതിനു മുന്നേ നാട്ടിൽ ഓണം ആഘോഷിച്ചിട്ടുണ്ട്. അന്ന് കുട്ടൻചേട്ടൻ UAEയിലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഓണം അങ്ങനെ ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നിപ്പം കുട്ടൻചേട്ടൻ പറഞ്ഞൊരറിവ് വെച്ചാണെങ്കിൽ 2010 കുട്ടൻചേട്ടൻ നാട്ടിലെല്ലാവരും കൂടെ ചേർന്ന് ഓണം ആഘോഷിച്ചിട്ടുള്ളത്. അപ്പോൾ കണക്കൂട്ടിൽ വെച്ചിട്ടൊരു 16 വർഷത്തിന് ശേഷമാണ് പുള്ളി നാട്ടിലെല്ലാവരും കൂടെ ചേർന്ന് ഓണം ആഘോഷിക്കുന്നത്. അപ്പം പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. ഇനിയും ഫുഡിലോട്ട് കടന്നാലോ? ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തത് തട്ടുദോശയും ഓംലേറ്റും ചമ്മന്തിയും അതിൻ്റെ കൂടെ കിട്ടുന്നൊരു പ്രത്യേക മുളക് ചമ്മന്തിയും, അപ്പോൾ അതെല്ലാം പുറത്തുനിന്ന് മേടിക്കാമെന്നായിരുന്നു. പക്ഷേ അതിൻ്റെ ഐഡിയ മാറ്റിയിട്ട് നമുക്ക് മാവ് മേടിച്ച് ചമ്മന്തിയൊക്കെ വീട്ടിലുണ്ടാക്കാം, ഓംലേറ്റും വീട്ടിലുണ്ടാക്കാം എന്നുള്ളൊരു പ്ലാനിലേക്ക് വന്നത്. എല്ലാവരും കൂടെ ചേർന്ന് അടുക്കളയിൽ കയറി കുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു രസം നമ്മൾ വാങ്ങിച്ച് കഴിച്ചാൽ കിട്ടില്ലല്ലോ. അങ്ങനെ സൈച്ചേട്ടൻ ദോശ ചുട്ടു, ഞാൻ ഓൾറെഡി ചമ്മന്തി ഉണ്ടാക്കി, ഓംലേറ്റും സൈച്ചേട്ടനാണ് ഉണ്ടാക്കിയത്. അപ്പം ഞങ്ങളൊക്കെ ആവശ്യത്തിന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. സൈച്ചേട്ടൻ ചൂട് ദോശ ചുട്ടുകൊണ്ട് വരും. സൂപ്പറായിരുന്നു കേട്ടോ. തട്ടുദോശയെക്കാട്ടിലും ഗംഭീരം. ആരുടെയൊക്കെ നാട്ടിൽ ഈ ഓണത്തിന് പടക്കം പൊട്ടിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. എൻ്റെ നാട്ടിലങ്ങനെ ഓണത്തിന് പടക്കം പൊട്ടിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഓൾറെഡി പടക്കം മീൻസ് പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ടും ഞങ്ങൾ രാത്രിയിലാണ് പടക്കം പൊട്ടിക്കുന്നത് കൊണ്ടും ഞങ്ങൾ ഈ സൗണ്ട് കേൾക്കുന്ന പടക്കമൊന്നും മേടിച്ചില്ല. മറ്റേ ചക്രം, കൊരവപ്പൂ, പിന്നെ പൂത്തിരി, അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് വളരെ മനോഹരമായിട്ട് ആ ഉത്രാട രാത്രി അങ്ങനെ കടന്നുപോയി. ഇനി നമുക്ക് തിരുവോണത്തിന് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.